ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കല്ലാർകുട്ടി പാംബ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഉടൻ തുറക്കും. പാംബ്ല ഡാമിൽ നിന്ന് 600 ക്യൂസെക്സും കല്ലാർകുട്ടിയിൽ നിന്ന് 300 ക്യൂസെക്സും വെള്ളവും പുറത്തേക്ക് ഒഴുക്കാനാണ് തീരുമാനം. മുതിരപ്പുഴയാർ, പെരിയാർ എന്നിവിടങ്ങളിലെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ്, ഇപ്പോൾ ഈ മഴ കൂടുതൽ ശക്തമായ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ ഡാമുകൾ തുറക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡാമിന്റെ ഇരുകരകളിലുമുള്ളവർ അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഇവരെ ആ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് രഞ്ജിത്താണ്ട് അതുല്യ. എന്തായിരുന്നാലും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിൽ ഇടുക്കിയിലില്ല. എന്നാൽ ഇന്നലെ രാത്രികാലത്ത് അതിശക്തമായിട്ടുള്ള മഴ വിവിധ ഇടങ്ങളിൽ ഇടവിട്ട് പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ കല്ലാറുകുട്ടി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ വർധനമുണ്ടായി. ആ ഘട്ടത്തിലാണ് രാത്രിയിൽ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് KSEB മുൻകൂട്ടി അനുമതി വാങ്ങിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം ഷട്ടറുകൾ ഉയർത്താനും ഒപ്പം തന്നെ 300 ക്യൂസെക്സ് ജലം കല്ലാറുകുട്ടിയിൽ നിന്ന് ആണ് വെള്ളം ഒഴുകി പാംബ്ല അണക്കെട്ടിലേക്ക് എത്തുക. അവിടെ നിന്ന് 600 ക്യൂസെക്സ് ജലവും പുറത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകി ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത്. എന്നാൽ ഇന്നലെ രാത്രി ഏതാണ്ട് പകുതിയോടുകൂടി തന്നെ മഴ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജലനിരപ്പ് കാര്യമായ ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSEBയിൽ നേരിട്ട് വിളിച്ചന്വേഷിക്കുമ്പോൾ ഏതാണ്ട് 2 മീറ്റർ കൂടി ഇനിയും ജലനിരപ്പ് ഉയരാനുള്ള, അതായത് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്താൻ കല്ലാർകുട്ടി അണക്കെട്ടിൽ ഇനി 2 മീറ്റർ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തിയാൽ മാത്രമായിരിക്കും അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുക. എന്തായിരുന്നാലും ഈ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഹൈറേഞ്ചിന്റെ ഒരു പ്രത്യേകത വെച്ചും ഇടവിട്ട് ശക്തമായ മഴ വളരെ പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തും തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നതിനടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കല്ലാർകുട്ടി അണക്കെട്ട് തുറന്നു വിട്ടാൽ തന്നെ വെള്ളം വളരെ വേഗത്തിൽ ഈ വെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇരുകരകളിലുമുള്ളവർ അക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇടുക്കി ഹൈറേഞ്ചിൽ ഇപ്പോൾ നേരിയ മഴകൾ ചിലയിടങ്ങളിൽ മാത്രം പെയ്തു എന്നുള്ളതല്ലാണ്ട് ഇപ്പോൾ തോർന്ന കാലാവസ്ഥയാണ്. എന്നാൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം നിലനിൽക്കുന്നു. മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ചെറുകിട അണക്കെട്ടുകളിലേക്കാണ് ജലനിരപ്പ് ഉയർച്ച നേരിയ തോതിലെങ്കിലും ഉണ്ടാകുന്നത്. എന്നാൽ അണക്കെട്ടുകളിലെ ആശങ്ക നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം. രഞ്ജിത്ത്, അതുൽ. എന്തായാലും മഴയുടെ പശ്ചാത്തലത്തിൽ കല്ലാർകുട്ടി പാംബ്ല അണക്കെട്ടുകളുടെ ഷട്ടർ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.